നമസ്കാരം. ട്രംപിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച സ്പെയിൻ ഇറാന്റെ പങ്കാളിയായി. ട്രംപ് കട്ടക്കലിപ്പിലുമായി. ഇറാൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് സ്പെയിൻ തങ്ങളുടെ വ്യോമപാത അടച്ചിരിക്കുന്നു. ഈ വാർത്ത സ്ഥിരീകരിച്ച് സ്പാനിഷ് പ്രതിരോധ മന്ത്രിയായിട്ടുള്ള മാർഗരിറ്റ റോബിൽസ് രംഗത്തെത്തിയിരിക്കുന്നു. സ്പെയിനിലെ സംയുക്ത സൈനിക താവളങ്ങൾ US സേന ഉപയോഗിക്കുന്നത് സ്പെയിൻ നേരത്തെ തന്നെ വിലക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് യുദ്ധവിമാനങ്ങൾക്ക് വ്യോമപാതയിലൂടെയുള്ള സഞ്ചാരത്തിനും വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇതോടെ പശ്ചിമേഷ്യയിലെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പോകുന്ന അമേരിക്കൻ സൈനിക വിമാനങ്ങൾക്ക് നാറ്റോ അംഗമായിട്ടുള്ള സ്പെയിനിന്റെ വ്യോമപാത പൂർണ്ണമായിട്ടും ഒഴിവാക്കി മറ്റു വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വരും. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ നടത്തുന്ന ആക്രമണങ്ങളെ സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് മുൻപേ തന്നെ രൂക്ഷമായിട്ട് വിമർശിച്ചിരുന്നു. ഈ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്നാണ് സ്പെയിനിന്റെ നിലപാട്. പോലും ഏകപക്ഷീയമായിട്ട് ആരംഭിച്ച ഈ യുദ്ധത്തിൽ പങ്കുചേരുകയോ അതിന് യാതൊരുവിധ പിന്തുണ നൽകുകയോ ഇല്ല എന്ന് സ്പാനിഷ് സർക്കാരിന്റെ ഉറച്ച തീരുമാനത്തിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്നും സാമ്പത്തിക മന്ത്രിയായിട്ടുള്ള മന്ത്രി കാർലോസ് കൂർപ്പോ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഈ യുദ്ധത്തോട് ഒരു തരത്തിലും ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ സ്പെയിൻ തയ്യാറാകുന്നില്ല. സംയുക്ത സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന മുൻ തീരുമാനത്തിന് പിന്നാലെയാണ് വ്യോമപാതയും സ്പെയിൻ കൊട്ടിയടച്ചിരിക്കുന്നത്. ഇതോടെ പശ്ചിമേഷ്യയിലേക്കുള്ള US വിമാനങ്ങൾ സ്പെയിനിനെ ചുറ്റിക്കറങ്ങി സഞ്ചരിക്കേണ്ടി വരുമെന്ന ഒരു ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നു. സ്പെയിന്റെ നീക്കം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. സ്പെയിനുമായിട്ടുള്ള വ്യാപാര ബന്ധം വെട്ടിക്കുറയ്ക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിച്ച യുദ്ധത്തിന് ഒരു തരത്തിലുള്ള സഹായവും നൽകില്ല എന്ന് സ്പെയിനിന്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള മാർഗരിറ്റ റോബിൽസ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. സൈനിക താവളങ്ങൾക്കോ വ്യോമപാതയ്ക്കോ അനുമതി നൽകില്ല. അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ ഇതിൽ ഇളവുണ്ടാകൂ എന്നുകൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ വിഷയത്തിൽ ട്രംപിന്റെയും ഇസ്രായേലിന്റെയും നീക്കങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്ന നേതാവാണ് സ്പെയിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള പെഡ്രോ സാഞ്ചസ്. ഇറാന്റെ എണ്ണ സമ്പത്ത് കൈക്കാലാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് ട്രംപ് ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വെനിസ്വേലയിലെ എണ്ണ വ്യവസായം നിയന്ത്രിക്കുന്നത് പോലെ ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായിട്ടുള്ള കാർഗ് ദ്വീപ് പിടിച്ചെടുക്കുവാനാണ് അമേരിക്കയുടെ പദ്ധതി എന്ന് പറയപ്പെടുന്നത്. ഇറാന്റെ എണ്ണ കൈക്കലാക്കാനാണ് എനിക്ക് താല്പര്യം. എന്നാൽ അമേരിക്കയിലെ ചില വിഡ്ഢികൾ അതെന്തിനാണ് എന്ന് ചോദിക്കുന്നതായിട്ടാണ് കഴിഞ്ഞ ദിവസം ട്രംപ് പരിഹാസ രൂപേണ ഒരു മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിച്ചത്. സ്പെയിന്റെ ഉപരോധവും ട്രംപിനെ ചൊടിപ്പിക്കുന്നുണ്ട്. സ്പെയിനെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുവാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോവുകയുമാണ്. അമേരിക്ക കരയുദ്ധത്തിന് മുതിർന്നാൽ സൈനികരെ ജീവനോടെ ചുട്ടരിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ സൈന്യത്തിന്റെ വരവിനായിട്ട് തങ്ങൾ കാത്തിരിക്കുകയാണ് എന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാക്കർ ഖാലിബാഫ് പറയുകയും ചെയ്യുന്നുണ്ട്. കാർഗ് ദ്വീപിൽ അമേരിക്കൻ സൈന്യത്തെ നേരിടാൻ ഇറാൻ വൻ കെണികൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നു കഴിഞ്ഞു. അതിന്റെ പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈനികരുടെ എണ്ണം 50,000 കടന്നിരിക്കുന്നു. യുദ്ധം 5ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ രാജ്യാന്തര വിപണിയിൽ എണ്ണവില 50% ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു. ഈ ബ്രന്റ് ക്രൂഡ് ബാരലിന് ഏകദേശം $116 മുകളിൽ എത്തിയിരിക്കുകയാണ്. അതേസമയം സൈനിക താവളങ്ങളും വ്യോമപാതയും വിലക്കിയ സ്പെയിന്റെ തീരുമാനത്തിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. തങ്ങളുടെ സൈനിക നീക്കങ്ങളെ തടസ്സപ്പെടുത്തുന്ന സ്പെയിനുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളെ അടക്കം വിച്ഛേദിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതൊരു ഭീഷണി കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തുന്നതാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല ട്രംപിനെതിരെ അങ്ങനെ ഒരു യുദ്ധം പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം സ്പെയിൻ ഉണ്ടായിരിക്കുന്നു. സ്പെയിൻ ഇറാന്റെ പങ്കാളിയായി മാറിയിരിക്കുന്നു. അതിൽ ട്രംപ് കലിപ്പിലേക്ക് പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഏത് സമയം വേണമെങ്കിലും കരയുദ്ധം തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ ജീവനോടെ അമേരിക്കൻ സൈനികരെ ചുട്ടരിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇറാൻ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇറാന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ഒപ്പം ഇറാനോടൊപ്പം ചേർന്ന് പങ്കാളിയായി സ്പെയിനും കൂടെ ചേരുമ്പോൾ യുദ്ധത്തിന്റെ സാധ്യതകൾ മറ്റൊരു ഡയമെൻഷനിലേക്ക് പോകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു.